ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയൊക്കെയാണ്. ഇപ്പം ഇന്നലെ തന്നെ അച്ഛനെന്തോ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കിടത്തിയിട്ടില്ല. ഉറങ്ങണോടത്ത് വന്ന് വിളിച്ചെഴുന്നേപ്പിക്കും. എന്ത് സ്വപ്നം? ഞാനെന്തോ 2 വീലറായിട്ട് പോയപ്പോൾ ലോറിക്കിട്ട് ഇടിച്ചെന്നു. എന്നിട്ട് ഇന്ന് രാവിലെ അതും പറഞ്ഞൊരു യുദ്ധവും കഴിഞ്ഞിരിക്കുകയാണ്. എന്നോട് ഇനി മേലാൽ ബൈക്ക് ഓടിക്കണ്ട, നീ പോകാനുള്ളടത്ത് ഓട്ടോറിക്ഷക്ക് പോ, ബസ്സിന് കയറി പോകുന്നൊക്കെ പറയണം. ആ ബൈക്ക് വിറ്റുകളയാന്ന്. ഇപ്പൊ ഇവളുടെ തന്നെ അവളെ പഠിക്കാൻ വിടണില്ല. ഇടുക്കിയിൽ നല്ലൊരു PG കോളേജിൽ മെറിറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാ. തൊട്ടടുത്ത് മുല്ലപ്പെരിയാറുണ്ട്, ഏത് നിമിഷം വേണേലും പൊട്ടും, അതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടില്ല. എനിക്കറിയാമല്ല, അച്ഛന് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മരണഭയമാണ്. ഞങ്ങള് പറഞ്ഞ അച്ഛൻ വേറെ ഇതിലാ എടുക്കണം. എന്റെ മറ്റേ കാലം എന്തേ? അതാ 2 കാലിൽ ഉറച്ചു നിൽക്ക്. ഒറ്റക്കാലിൽ നിൽക്കാൻ നീ എന്താ കൊക്ക? മിനുസുള്ളതാറേ, എങ്ങാനും തട്ടി തടഞ്ഞു വീണ ധാരവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് വിട്ടിച്ചൂടെ? അളിയാ, ഞാൻ വന്നിട്ട് കുറെ നേരമായി. അളിനെ കാണാൻ വേണ്ടി വന്നതാ. അളിന്റെ ബാത്റൂമിലായിരുന്നാ? ബാത്റൂമിലല്ല, ഞാനേ നമ്മുടെ അവിടെ അകത്ത് ചെറിയ ചുമരിന്റെ അടിയിൽ ചെറിയൊരു പോട്. അപ്പൊ ആ പോട്ടിലേക്ക് ഒരു പഴുതാരം ഇങ്ങോട്ട് കയറിപ്പോയി. മനസ്സമാധാനമില്ലല്ലോ. അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ അപ്പാട് തല്ലിക്കൊല്ലാലോ. എന്നിട്ട് വന്നു ആ അടിച്ചു വന്ന് അപ്പുറത്തേക്ക് കൊണ്ട് കിട്ടും. ഒരു കണ്ണും മൂക്കില്ലാത്ത രീതിയിലാണ് ഇവരുടെയൊക്കെ നടത്തോ ഇരുത്തൊക്കെ. ഓരോന്ന് കാണും കേൾക്കുകയും ചെയ്യുമ്പോഴേ മനസ്സമാധാനമില്ല. ഇപ്പം ഈ പഴുതാഴ കടിച്ചാലും ആള് ചാവുകയെ. അളിയാ, പിന്നെ അവിടെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങണ്ടോ? വല്ലപ്പോഴൊക്കെ വാങ്ങും. എന്താ ഈ പഴുതാരക്ക് അതിന് നശിപ്പിക്കാനാണ്? അല്ലല്ലല്ല, ഇതിനൊക്കെ കൊന്നില്ലേ. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു ലേശം കൂടെ മണ്ണെണ്ണ നമുക്ക് വേണ്ടി വരും അല്ലേ? എന്തിന്? അല്ല, പിന്നെ സ്റ്റൗവിൽ ഒഴിക്കാൻ. അല്ല, അപ്പൊ അവിടെ ഗ്യാസോ? ഗ്യാസൊക്കെ ഒഴിവാക്കിയല്ലോ. ഒഴിവാക്കി? അതൊക്കെ എന്ന് ഒഴിവാക്കി? ദിവസം ഇതുപോലെ ഓരോ പ്രാന്ത് പറഞ്ഞു അത് ഒഴിവാക്കി. ഭ്രാന്ത് പറയേ, എങ്ങനെയുണ്ട്? അല്ല, ഗ്യാസിനിപ്പോ എന്താ കുഴപ്പം? ഗ്യാസൊക്കെ പൊട്ടിത്തെറിച്ച എൻ്റെ അളിയാ, എന്തോരം വാർത്തകളാ കേൾക്കണത്. എങ്ങാനത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ വൻ അപകടമാണത്. എന്തിനാണ് വെറുതെ ഗ്യാസ്? വിറകുണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പതാ മണ്ണെണ്ണ സ്റ്റവ് കത്തിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഈ മണ്ണെണ്ണ സ്റ്റവ് പൊട്ടിത്തെറിക്കില്ലെന്നാ അളിയനോട് പറഞ്ഞത്? മണ്ണെണ്ണ സ്റ്റവ് ഒന്നും പൊട്ടിത്തെറിക്കില്ല. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ വിലാസിനി തെക്കേടുത്ത് വിലാസിനി എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ഇത് പൊട്ടിത്തെറിച്ചാ മരിച്ചത്. മണ്ണെണ്ണ സ്റ്റവ്. മണ്ണെണ്ണ സ്റ്റവ് പൊട്ടിത്തെറിച്ചോ? അത് പൊട്ടിത്തെറിച്ചാ മരിച്ചത്. ഇല്ലെങ്കിൽ ആ കൊന്തം ഒഴിവാക്കാം, വിറക് മതി. മുമ്പൊക്കെ വിറകല്ലേ കത്തിച്ചേർന്നത്. അപ്പൊ വിറക് പ്രശ്നമല്ലെന്നാണ് അളിയൻ പറയുന്നത്. വിറകിനെന്താ പ്രശ്നം?